ഇഹ്റാമിന്റെ മുമ്പ് സുന്നത്തുകൾ എന്തൊക്കെയാണ്? ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്തുകൾ നഖം മുറിക്കുക, അതേപോലെ തന്നെ ശരീരത്തിൽ നീക്കം ചെയ്യേണ്ട രോമങ്ങൾ നീക്കം ചെയ്യുക. ശരീരത്തിൽ നീക്കം ചെയ്യേണ്ട ഗുഹ്യരോമം, അതേപോലെ തന്നെ കക്ഷരോമം, ഇതൊക്കെ എന്താക്കുക, നീക്കം ചെയ്യുക ഇഹ്റാമിന്റെ സുന്നത്ത്. അതേപോലെ തന്നെ ഇഹ്റാമിന്റെ കുളി കുളിക്കുക, പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റുക, ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക, ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് സുന്നത്താണ്. ഏതൊക്കെ? നഖം മുറിക്കുക, ശരീരത്തിലെ നീക്കം ചെയ്യേണ്ട രോമങ്ങൾ നീക്കം ചെയ്യുക, കക്ഷരോമം, ഗുഹ്യരോമം തുടങ്ങിയ രോമങ്ങൾ നീക്കം ചെയ്യുക, ഇഹ്റാമിന്റെ കുളി കുളിക്കുക, പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റുക, ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക, ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇഹ്റാമിന്റെ മുമ്പ് സുന്നത്താണ്. അപ്പൊ ഉംറക്ക് പുറപ്പെടുന്ന ആളുകൾ ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? ഉംറക്ക് പുറപ്പെടുന്ന ആൾ വീട്ടിൽ വെച്ചുകൊണ്ട് നഖം മുറിക്കണം. നമ്മളിപ്പം വ്യാഴാഴ്ചയാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേന്നോ ഏതെങ്കിലും സമയത്ത് നഖം മുറിക്കുക. ഇഹ്റാമിന് വേണ്ടി മുമ്പ് മുറിക്കുന്ന നഖം എന്നൊരു കരുത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇഹ്റാമിന്റെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് കരുതും ആ സുന്നത്തിന്റെ കൂലിയും ലഭിക്കും. അപ്പൊ നഖം മുറിക്കുക, അതേപോലെ തന്നെ ഗുഹ്യരോമങ്ങളും കക്ഷരോമങ്ങളൊക്കെ നീക്കം ചെയ്യുക. അതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ യാത്ര പുറപ്പെടാൻ നേരത്തെ സാധാരണ കുളിക്കൂലേ, ആ കുളി വീട്ടിൽ നിന്ന് കുളിക്കുമ്പം ഇഹ്റാമിന്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് വെക്കുക. അങ്ങനെ കുളിക്കുക. അപ്പൊ ഇഹ്റാമിന്റെ കുളിയുമായി ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. എവിടെ നിന്നാണോ യാത്ര പുറപ്പെടുന്നത്, ഏത് എയർപോർട്ടിൽ നിന്നാണോ, കോഴിക്കോട് നിന്നാണെങ്കിലോ, കൊച്ചിയിൽ നിന്നാണോ, മംഗലാപുരത്തു നിന്നാണോ, തിരുവനന്തപുരത്തു നിന്നാണോ, ഏത് എയർപോർട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടാലും നമ്മൾ ഡയറക്റ്റ് പോകുന്നതാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇഹ്റാം കിട്ടും. കാരണം മീക്കാത്ത് വിട്ട് കിടക്കും. എവിടെ എത്തുമ്പോഴേക്ക് ഫ്ലൈറ്റ് ജിദ്ദയിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്ക് നമ്മളെ മീക്കാത്ത് വിട്ട് കിടക്കും. മീക്കാത്തിലെത്തുന്നതിന് മുമ്പ് ഉംറക്ക് ഇഹ്റാം ചെയ്യണം. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തു പോകുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ മസ്കത്തിലോ അല്ലെങ്കിൽ പിന്നെ ദുബൈയിലോ ഏതെങ്കിലും എയർപോർട്ടിൽ ടച്ച് ചെയ്തു പോകുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ ആ എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് ഇഹ്റാം ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്താലും മതി. ഏതായാലും എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇഹ്റാം ചെയ്യുന്നത്. അമീർ നമുക്ക് നിയത്ത് പറഞ്ഞു തരും. നമ്മൾ കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് മനസ്സിൽ കരുതുകയും വേണം. നവീത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഉംറയെ കരുതി, ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് മനസ്സിൽ കരുതുക. നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. അതോടുകൂടെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ദുആഇന് പെട്ടെന്ന് ഉത്തരം ലഭിക്കും. കാരണം അത് വലിയ ഇജാബത്ത്. നമ്മൾ ഉംറയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ? അള്ളാഹുവിന്റെ അതിഥികളാണ്. അള്ളാഹുവിന്റെ അതിഥികളായ പിന്നെ അള്ളാഹു പരിഗണിക്കൂലേ? നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നമ്മൾ അല്പം മാന്യതയുള്ളയാളാണെങ്കിൽ അതിഥിയെ സ്വീകരിക്കും. അത് എത്ര പാവപ്പെട്ടവനാണെങ്കിലും, അല്ലെ, നാട്ടിൽ ഒരു പ്രത്യേകിച്ച് സ്ഥാനവും മാനവും ഒന്നും ഇല്ലാത്തയാളാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ അവരെ പരിഗണിക്കും. കാരണം അവർ അതിഥിയാണ്. അത് മാന്യന്മാരുടെ സ്വഭാവമാണ്. എങ്കിൽ ഏറ്റവും വലിയ മാന്യനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ അതിഥികളായിട്ട് നാം ഉംറക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ ദുആ ഒരിക്കലും അള്ളാഹു തട്ടൂല. നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൽബിയത്ത് ചൊല്ലുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നിങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ അത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ചൊല്ലുക. നമുക്കറിയുന്ന ദുആകളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുക. തൽബിയത്ത് ചെല്ലുമ്പോഴും സ്വലാത്ത് ചെല്ലുമ്പോഴും മറ്റുമൊക്കെ സ്ത്രീകൾ പതുക്കെ ചെല്ലിയാൽ മതി. അവര് മെല്ലെയാണ് ചെല്ലേണ്ടത്. പുരുഷന്മാർ അല്പം ഉച്ചത്തിൽ ചെല്ലാം. അങ്ങനെ തൽബിയത്തും സ്വലാത്തും ഒക്കെയായിട്ട് ഇങ്ങനെ ആ സമയത്ത് നാം ധന്യമാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് ചെയ്തു കഴിഞ്ഞാലുള്ള സുന്നത്ത്. നമ്മൾ മക്കയിൽ എത്തിയിട്ടല്ല ഉംറ തുടങ്ങുന്നത്. ഉംറ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഒന്നാമത്തെ ഫർള് നമ്മൾ ചെയ്തു.
ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഹറാമാകുന്ന കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കുറെ കാര്യങ്ങൾ നിഷിദ്ധമാണ്. ഏതൊക്കെയാണത്? ഒന്ന്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഭാര്യ ഭർത്താക്കന്മാരും ഒന്ന് ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ലൈംഗികമായ സുഖങ്ങളൊന്നും ആസ്വദിക്കാൻ പാടില്ല, സംയോഗം ചെയ്യാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ ലൈംഗികമായ സുഖങ്ങളൊന്നും ആസ്വദിക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ പുരുഷന്മാർ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, അവൻ അടിവസ്ത്രങ്ങളൊന്നും പാടില്ല. ഒരു മുണ്ട്, അരമുണ്ട്, ഒരു മേൽത്തട്ടം, ഇത് മാത്രമാണ് പുരുഷൻ ധരിക്കേണ്ടത്. പിന്നെ ബെൽറ്റിടാം. പുരുഷൻ തലമറക്കാൻ പാടില്ല. പുരുഷൻ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷൻ തലമറക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇഹ്റാം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് എയർപോർട്ടിൽ നിന്ന് തന്നെ നാം എന്താക്കും? ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറും. നമ്മൾ ഇഹ്റാമിന്റെ സുന്നത്ത് പറഞ്ഞപ്പോ ഒരു സുന്നത്തും കൂടെ ഉണ്ട്. ഏത്? ഇഹ്റാമിന്റെ നിസ്കാരം. അത് എവിടുന്ന ചെയ്യാ? അത് എയർപോർട്ടിൽ നിന്ന് ചെയ്യട്ടാ. വീട്ടിൽ നിന്ന് കുളി വരെയുള്ള സുന്നത്ത് ചെയ്ത് ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് എയർപോർട്ടിൽ വെച്ചിട്ടാണ്. എയർപോർട്ട് പള്ളിയുണ്ടല്ലോ. അതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നിസ്കാരമുണ്ട് 2 റക്അത്ത്. അതേതാ? യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത്. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിസ്കരിക്കുക. അത് യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്തിലും യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിലും ഏത് സൂറത്താണോ ഓതേണ്ടത്? 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. ഏതായാലും അങ്ങനെ ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിച്ച് ഇഹ്റാം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഹറാമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പുരുഷൻ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുരുഷൻ ഡ്രസ്സൊക്കെ മാറണം. അടിവസ്ത്രമടക്കം മാറിയിട്ട് എന്റെ ശരീരത്തിൽ മറ്റു ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ഞാൻ ധരിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കണം. തല മറക്കാൻ പാടില്ല, ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉംറക്ക് പോകുമ്പോൾ നമ്മളെ ലഗേജിന്റെ കൂട്ടത്തിൽ പുരുഷന്മാർ ഈ വസ്ത്രം വെക്കാൻ പാടില്ല. നമ്മളെ ലഗേജ് പോകുന്ന ബാഗിൽ കൂടി അതങ്ങ് പോയി കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് ഒക്കെ കഴിയുമ്പോൾ ലഗേജ് മൊത്തം അങ്ങ് പോകും. പിന്നെ നമുക്ക് ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടാ ലഗേജ് കിട്ടാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ചെറിയ ബാഗ് ഉണ്ടല്ലോ, അതിൽ ഒരു കൂട്ടം വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തെ ഒരു കൂട്ടം ഉംറയുടെ ഡ്രസ്സ് ആ ബാഗിൽ വെക്കണം. അത് പുരുഷന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഉംറക്ക് ഇഹ്റാം ചെയ്തവന് ഹറാമായ കാര്യങ്ങൾ: ഭാര്യ ഭർത്താക്കന്മാർ സംയോഗം ചെയ്യുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, ലൈംഗിക സുഖങ്ങൾ ആസ്വദിക്കുക, അതൊക്കെ ഹറാമാണ്. അതേപോലെ തന്നെ പുരുഷൻ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ഹറാമാണ്. പുരുഷൻ തലമറക്കാൻ വേണ്ടി പാടില്ല, ഹറാമാണ്. സ്ത്രീകൾ മുഖം മറക്കൽ ഹറാമാണ്. സ്ത്രീകൾ ഹിജാബ് ധരിക്കാറുണ്ട്, അത് നല്ലതാണ്, നിർബന്ധമാണ്. പക്ഷേ ഉംറക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ധരിക്കൽ ഹറാമാണ്, മുഖം മറക്കാൻ പാടില്ല. അതേപോലെ സ്ത്രീകൾ കയ്യുറ ധരിക്കാൻ വേണ്ടി പാടില്ല, അതും ഹറാമാണ്. സ്ത്രീയും പുരുഷനും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ആരായാലും സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. നമുക്ക് ഉംറക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എയർപോർട്ടിൽ വെച്ച് മുഖം കഴുകാനോ വാഷ് ചെയ്യാനോ മറ്റൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള സോപ്പോ സുഗന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് മുഖം കഴുകുക. ഹാൻഡ് വാഷ് ഉണ്ട്, അല്ലെങ്കിൽ സാനിറ്റൈസർ, അതൊക്കെ നല്ല സുഗന്ധമുള്ളതാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. ഫ്ലൈറ്റിൽ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ലുള്ള ആ പൊട്ടിച്ചിട്ടെടുക്കുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പറിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുമ്പോൾ നല്ല തണുപ്പും നല്ല സ്മെല്ലൊക്കെ ഉള്ള ടിഷ്യൂ പേപ്പർ, അത് നമുക്ക് കൊണ്ടു തന്നാൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്തവരാണ്, സുഗന്ധം പാടില്ല. റൂമിലെത്തിയിട്ട് കുളിക്കാന്ന് കരുതിയിട്ട് സോപ്പിട്ടിട്ട് കുളിക്കാൻ പാടില്ല, സുഗന്ധം പാടില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. അതേപോലെ തന്നെ മുടി നീക്കുക, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി മുടി കൊഴിയാൻ പാടില്ല. നഖം മുറിക്കാൻ പാടില്ല, ഹറാമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ തലയിലും താടിയിലും എണ്ണ തേക്കാൻ പാടില്ല. ഓർമ്മിച്ചു വെക്കണം, ഇതൊക്കെ തലയിലും താടിയിലും എണ്ണ തേക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ വിവാഹബന്ധം നടത്താൻ പാടില്ല, നിക്കാഹ് കഴിക്കാനും പാടില്ല, നിക്കാഹ് കഴിച്ചു കൊടുക്കാനും പാടില്ല. അഥവാ ഇവിടുന്ന് പോവുകയാണ് പുതിയാപ്പള, അവിടെ അമ്മോശനുണ്ട് സൗദിയിൽ, ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ അവിടെ എത്തിയ ഉടനെ തന്നെ ഉംറ കഴിയുന്നതിന് മുമ്പ് കൈപിടിച്ചിട്ട് നിക്കാഹ് കഴിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മോളെ കെട്ടിച്ചു കൊടുക്കുക, അതും പറ്റൂല. ഇഹ്റാമിലായിരിക്കെ വിവാഹബന്ധം നടത്തി കൊടുക്കൽ പാടില്ല. പിന്നെ വേട്ടയാടൽ പാടില്ല. അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം, നമ്മൾ വേട്ടയാടാനൊന്നും പോകുന്നില്ല.
ഇഹ്റാം ചെയ്ത ആളുകൾക്ക് വേട്ടയാടാനും പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇഹ്റാം ചെയ്തവന് ഹറാമായ കാര്യങ്ങളാണ്. അത് ഓർമ്മിച്ചു വെക്കണം. അപ്പൊ ഒന്നാമത്തെ ഫർള് കഴിഞ്ഞു. ഒന്നാമത്തെ ഫർള് എന്താ? ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്യുക. ഇഹ്റാമിന്റെ മുമ്പ് സുന്നത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഹറാമായ കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ നമ്മൾ മക്കയിലെത്തി, ജിദ്ദയിലെത്തി. ജിദ്ദയിൽ നിന്ന് നമ്മുടെ വാഹനം നമ്മളെ കൂട്ടാൻ വേണ്ടി ബസ് വരും. ആ വാഹനം നേരെ നമ്മുടെ റൂമിലെത്തി. നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ റൂമിലേക്ക് കയറ്റി ഒന്ന് സെറ്റായി ഹോട്ടലിലെത്തി ചെറിയ രൂപത്തിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ സൗകര്യം പോലെ രണ്ടാമത്തെ ഫർളിന് വേണ്ടി പുറപ്പെടുകയാണ്. ഇതൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ പോകുന്നത് അവരുടെ ക്ലാസ്സിൽ, അപ്പൊ ഞാൻ പോകുന്ന ഗ്രൂപ്പാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതിനേക്കാൾ വിശാലമായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോ കർമ്മങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഫർള് നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ വിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ഫർള് ഏതാ? തവാഫ് ചെയ്യുക. ഉംറയുടെ രണ്ടാമത്തെ ഫർള് തവാഫ് നിർവഹിക്കുക. അപ്പൊ തവാഫിന് വേണ്ടി നമ്മൾ എവിടുന്ന് വരികയാണ്? റൂമിൽ നിന്ന് മെല്ലെ മസ്ജിദുൽ ഹറാമിലേക്ക് കയറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ വന്ന് നമ്മൾ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലേക്ക് കയറി കഅബാലയം കാണുന്ന ഭാഗത്തെത്തുമ്പോഴേക്ക് നിങ്ങളോടൊക്കെ അമീറന്മാര് പറയുന്ന തല താഴ്ത്തിപ്പിടിക്കുക. അങ്ങനെ തല താഴ്ത്തിപ്പിടിച്ച് നമ്മൾ മെല്ലെ മുന്നോട്ട് പോയി കഅബാലയത്തിന്റെ നേരെ മുറ്റത്തെത്തിയപ്പോൾ നമ്മളോട് തല ഉയർത്താൻ വേണ്ടി പറയും. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മുടെ നേരെ മുമ്പിൽ കഅബാലയം കാണുകയാണ്. പരിശുദ്ധമായ കഅബാലയം. എന്തൊരു വൈകാരിക നിമിഷമാണത്. ഏതൊരു സത്യവിശ്വാസിക്കും വല്ലാത്തൊരാവേശമുള്ള സമയമാണ്. നമ്മൾ ചെറുപ്പം മുതൽ തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബാലയം അല്ലെ നമ്മുടെ കിബില. ഇന്ന് നമ്മൾ ളുഹർ നിസ്കരിച്ചതും അസ്ർ നിസ്കരിച്ചതും മഗ്രിബും സുബ്ഹിയും ഒക്കെ നിസ്കരിച്ചത് കിബിലയിലേക്ക് മുന്നിട്ടിട്ടാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ കിബിലയിലേക്ക് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് വെക്കുന്നത് കിബിലയിലേക്ക് തിരിച്ചിട്ടാണ്. ഏതാണ് കിബില? പരിശുദ്ധമായ മക്കയിലെ കഅബാലയമാണ് നമ്മുടെ കിബില. ആ കിബില, ആ കഅബാലയം കണ്ണുകൊണ്ട് കാണുന്ന സമയം ഏതൊരു വിശ്വാസിയുടെയും നെഞ്ഞൊന്ന് പിളക്കും, ഒന്ന് പിടക്കും. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഅബാലയം ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഒരാൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അവന് അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയം ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് അള്ളാഹു നൽകും. അതുകൊണ്ട് കഅബാലയം ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് അതൊക്കെ തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകണം. എന്താണ് ചോദിക്കേണ്ടത്? ഒരുപാട് ചോദിക്കാനുണ്ട്. അത് ക്ലാസ് പറയും, ഉസ്താദ് എന്ത് ചോദിക്കണം? ഒരുപാട് ചോദിക്കാനുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലെ, ഈമാനോടുകൂടെ മരിക്കണം, അത് വലിയൊരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ കുടുംബത്തിൽ വലിയ രോഗങ്ങളുള്ളവരുണ്ട്, രോഗങ്ങൾ മാറണം. മക്കളില്ലാത്ത ഒരാൾ പോകുമ്പോൾ മക്കളെ മനസ്സിൽ കരുതിയിട്ട് മക്കളുണ്ടാവണം എന്ന് കരുതിയിട്ട് അതാണോ ചോദിക്കേണ്ടത്? എന്താണ് ചോദിക്കേണ്ടത്? ഒരുപാട് ഉദ്ദേശങ്ങൾ പലരുടെയും മനസ്സിലുണ്ട്. ഏതായാലും അവിടെ ചില ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരാറുണ്ട്, ആദ്യം കഅബാലയം കാണുമ്പോൾ ദുആ ചെയ്യുക, അല്ലാഹുവേ ഇനി ഞാൻ നിന്നോട് ചോദിക്കുന്നതൊക്കെ നീ എനിക്ക് ഉത്തരം നൽകണമേ. അങ്ങനെ ദ്വാരന്നാ മതി. അങ്ങനെ ദ്വാരന്നാ പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാം. അവിടെ മക്കളില്ലാത്തവർക്ക് മക്കളെ ചോദിക്കാം, അതേപോലെ തന്നെ വിവാഹം ശരിപ്പെടാനുള്ളവർക്ക് അത് ചോദിക്കാം, അതേപോലെ പിന്നെ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ചോദിക്കാം, കടം തീരാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. അങ്ങനെ എല്ലാ വിഷയങ്ങളും നമുക്ക് ചോദിക്കാം, എല്ലാം ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് ചോദിക്കാൻ പഠിച്ചു, ഇനി ചോദിക്കുന്നതൊക്കെ നീ എനിക്ക് ഉത്തരം നൽകണം എന്ന് ചോദിച്ച് അത് സ്വീകരിച്ചാൽ ബാക്കികളൊക്കെ ചോദിക്കാം. ഒരു 5-10 മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് ദുആ ചെയ്യും. ഏതായാലും അങ്ങനെ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മത്താഫിലേക്ക് നമ്മൾ ഇറങ്ങി. മത്താഫിൽ ഇറങ്ങി ഇനി നമ്മൾ രണ്ടാമത്തെ ഫർള് ചെയ്യാൻ വേണ്ടി പോയാണ്. ഏതാണ്? തവാഫ് ചെയ്യുക. അല്ലെ, മക്കയിൽ വെച്ച് ചെയ്യുന്ന ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ് തവാഫ്. ഓരോ അടി പൊക്കലിനും അതേപോലെ തന്നെ കാൽ വെപ്പലിനും ഒക്കെ പകരം അല്ലാഹു പാപം പൊറുക്കും. തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അടി നടക്കുമ്പോഴും കാല് പൊക്കുമ്പോൾ നമ്മളെ ദോഷം പൊറുക്കും, കാല് താഴെ വെക്കുമ്പോൾ ദോഷം പൊറുക്കും. എന്തൊരു വലിയ ഭാഗ്യമാണ്. ഓരോ നടത്തത്തിനും അല്ലാഹു ഓരോ നന്മ വീതം എഴുതും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉംറയിലല്ലാതെയും തവാഫ് ചെയ്യാം. തവാഫ് പരമാവധി അധികരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് സംസാരിക്കാം. ഏതായാലും തവാഫിന്റെ നിബന്ധന കേട്ടോ. അവ തവാഫ് നമ്മൾ ഉംറയുടെ തവാഫാണ് പറയുന്നത്. അങ്ങനെ തവാഫിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ ഇറങ്ങി? മത്താഫിലേക്ക് ഇറങ്ങി. തവാഫിന്റെ നിബന്ധനകൾ: ഒന്ന്, അതിന്റെ വാജിബാത്തുകൾ, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകുക. തവാഫ് നിർവഹിക്കുന്ന സമയത്ത് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
വലിയ ശുദ്ധിക്കാരൻ പള്ളിയിലേക്ക് കടക്കാൻ പറ്റൂല, തവാഫ് ചെയ്യലും ഹറാമാണ്. അതാണ് ഉംറയ്ക്ക് ഏറ്റവും വലിയ തടസ്സം. ഒരാൾ വലിയ ശുദ്ധിക്കാരനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മെൻസസ് ഉള്ള സ്ത്രീക്ക് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നതുകൊണ്ട് തടസ്സമൊന്നുമില്ല. അതേപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങൾക്കൊന്നും തടസ്സമില്ല. തടസ്സം ഇവിടെയുള്ളതോ തവാഫിനാണ് തടസ്സം. അപ്പൊ തവാഫ് ചെയ്യണമെങ്കിൽ വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. നിസ്കരിക്കാൻ എങ്ങനെ നിൽക്കുന്നോ അതേ അവസ്ഥയായിരിക്കണം. നിസ്കരിക്കുമ്പോൾ ഒന്നുകൊണ്ടായിരിക്കും അല്ലെ, കുളി നിർബന്ധമുള്ള അവസ്ഥ ഉണ്ടാവില്ലല്ലോ. കുളി നിർബന്ധമുള്ള ആളായിരിക്കൂല, അതേപോലെ തന്നെ വൊളൂ ഇല്ലാത്ത ആളുമായിരിക്കും. അപ്പം കുളിക്കേണ്ടയാൾ കുളിച്ച്, കുളി നിർബന്ധമുള്ള ആൾ വലിയ ശുദ്ധിയെ ഉയർത്തി, അതേപോലെ തന്നെ വൊളൂ എടുത്ത്, അങ്ങനെ പൂർണ്ണമായ ശുദ്ധിയോടുകൂടിയിട്ടാണ് തവാഫ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകുക, രണ്ടാമത്തത് നജിസിൽ നിന്ന് ശുദ്ധിയാകുക. തവാഫ് ചെയ്യുന്നയാളുടെ വസ്ത്രവും തവാഫ് ചെയ്യുന്ന ആളുടെ ശരീരവും ഒക്കെ നജിസിൽ നിന്ന് ശുദ്ധിയാകണം. അപ്പം തവാഫ് ചെയ്യുന്നയാൾ ഒരു കുട്ടിയെ എടുത്തിട്ടാണ് തവാഫ് ചെയ്യുന്നത്. കുട്ടിയുടെ പമ്പേഴ്സിൽ മൂത്രവോ കാഷ്ടവോ ഉണ്ടെങ്കിൽ തവാഫ് ശരിയാകൂല. അതേപോലെ തന്നെ എടുത്ത് നടക്കുന്ന ചെരുപ്പ് നമ്മളെ ബാഗിലിട്ടിട്ടുണ്ടാവും. തവാഫ് ചെയ്യുന്ന സമയത്ത് ആ ചെരുപ്പിന് കാഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നജിസുകൾ ഉണ്ടെങ്കിൽ തവാഫ് ശരിയാകൂല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക, മറ്റൊന്ന് നജിസിൽ നിന്ന് ശുദ്ധിയാകുക, മൂന്നാമത്തത് ഔറത്ത് മറക്കുക. ഇതൊക്കെ നിസ്കാരത്തിന്റെയും ഷർത്തുകളാണ്. തവാഫിന്റെ വാജിബാത്തുകൾ ഔറത്ത് മറക്കുക. ഔറത്ത് എവിടെയാണ്? പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം. അപ്പൊ നമ്മളൊരു തുണി മാത്രമേ ഉടുത്തിട്ടുണ്ടാവുള്ളൂ, മേലെ ഒരു മുണ്ടിട്ടിട്ടുണ്ടാകും. പൊക്കിളിനെ താഴെ കാണാൻ പാടില്ല, ഔറത്ത് വെളിവാകാൻ പാടില്ല. ശ്രദ്ധിക്കണം. പൊക്കിളിന് താഴേക്ക് ഉടുത്ത മുണ്ട് താണുപോയിട്ടുണ്ടെങ്കിൽ തവാഫ് ശരിയാകൂല. തവാഫ് ചെയ്യുന്ന പുരുഷന്മാര് ശ്രദ്ധിക്കണം. പൊക്കിളിന്റെ മുകളിലാണ് തന്റെ മുണ്ട് എന്ന് ഉറപ്പിക്കണം. അതേപോലെ തന്നെ മുട്ടിന് താഴെയാകണം. മുട്ടുവക്കളിനിടയിലുള്ള സ്ഥലം പുരുഷൻ മറച്ചിരിക്കണം. സ്ത്രീയോ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറച്ചിരിക്കണം. മുഖം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ മുഖം മറക്കാൻ പാടില്ലല്ലോ. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ടും പാടില്ല. ഇങ്ങോട്ട് പോയാൽ ഔറത്ത് വെളിവാകും. തവാഫ് ചെയ്യുന്ന സമയത്ത് മുടി കാണും. ഇങ്ങോട്ട് നന്നായിട്ട് വന്നാൽ മുഖം മറച്ചു. അപ്പൊ ഔറത്ത് മറക്കാൻ ആവശ്യമായ ഒരു മുഖം മറക്കൽ കൊണ്ട് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഔറത്ത് മറക്കാൻ ആവശ്യമായ മുഖമക്കനിട്ട് ചെറിയ ഭാഗം ഇങ്ങനെ മറയുമല്ലോ, അതുകൊണ്ട് തെറ്റില്ല. അത് ഔറത്ത് മറക്കാനായിട്ട് മറക്കുന്ന സമയത്ത് മറയുന്നു. മുഖം മറക്കുക എന്ന ഉദ്ദേശത്തോടെ മുഖത്തിന്റെ ഭാഗങ്ങൾ മറക്കാൻ പാടില്ല. അപ്പൊ ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല തവാഫ് ചെയ്യുന്ന സമയത്ത്. ഒരു രോമം പോലും സ്ത്രീകളുടെ പുറത്ത് കാണാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കാലുറ ഇട്ട നല്ല സൗകര്യമാണ്. കാല് കാണൂല. ചിലപ്പം ചില സഹോദരിമാരൊക്കെ നടക്കുമ്പോൾ കാല് കാണും. കാലുറ ഇട്ടില്ലെങ്കിൽ തവാഫ് ബാത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഫർദ വേണം കുറച്ച് മടക്കി അടിക്കുകയും ചെയ്യാം. അതൊന്നും നിബന്ധനയിൽപ്പെട്ടതല്ല. നമുക്ക് അവിടെ ഉംറ ചെയ്യുമ്പോൾ നടക്കാൻ സൗകര്യമാണ്. അല്ലെങ്കിൽ തിരക്കിന് ആൾക്കാർ കയറി ചവിട്ടിയിട്ട് നമ്മൾ ഫർദ നമുക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഫർദ അല്പം ഒന്ന് മടക്കി അടിക്കാം. നാട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ അത് അഴിച്ചിടാം. അപ്പൊ തവാഫിന്റെ ഒന്നാമത്തെ ഷർത്ത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, രണ്ടാമത്തെ ഷർത്ത് നജിസിൽ നിന്ന് നിബന്ധന നജിസിൽ നിന്ന് ശുദ്ധിയാവുക, മൂന്നാമത്തെ വാജിബാത്തിൽ നിന്നും മൂന്നാമത്തത് ഔറത്ത് മറക്കുക. 4 ഹജറുൽ അസ്വദിൽ നിന്ന് ആരംഭിക്കുക. ഹജറുൽ അസ്വദ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഹജറുൽ അസ്വദ് മുതൽ ആരംഭിക്കുക അല്ലെ. കഅബയുടെ ഹജറുൽ അസ്വദിന്റെ മൂലം അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം കോവിഡ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ജനക്കൂട്ടമുണ്ടാകും. ഇപ്പുറത്ത് അതിന്റെ നേരെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പച്ച ലൈറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഭാഗം നോക്കിയിട്ട് ആരംഭിക്കും. ഹജറുൽ അസ്വദ് കൊണ്ട് ആരംഭിക്കും. കഅബയെ 7 പ്രാവശ്യം ചുറ്റുക. ഹജറുൽ അസ്വദിന്റെ അടുത്ത് തുടങ്ങി തിരിച്ച് ഹജറുൽ അസ്വദിന്റെ അടുത്ത് തന്നെ എത്തുമ്പോൾ 1 ആയി. വീണ്ടും ചുറ്റിയിട്ടാകുമ്പോൾ 2 ആയി. 3, 4, 5, 6, 7 തവണ ചുറ്റി 7ാമത് ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോൾ 7 പൂർത്തിയായി. അങ്ങനെ 7 തവണ ചുറ്റുക. 4ാമത്തത് ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങുക. 5ാമത്തത് കഅബയെ 7 പ്രാവശ്യം ചുറ്റുക. 6ാമത്തത് കഅബയെ ഇടതുവശത്താകണം. കഅബ നമ്മുടെ ഇടതുവശത്തായിരിക്കും. നമ്മളിങ്ങനെ പോകുമ്പോൾ കഅബ നമ്മുടെ ഇടതുഭാഗത്തായിരിക്കണം അല്ലെ. എല്ലാരും ഇങ്ങനെ കഅബയെ ചുറ്റുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങനെ നടക്കാൻ കഴിയില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഉമ്മയോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടതുവശത്തേക്ക് തന്നെ നടക്കും. പക്ഷെ നമ്മുടെ നെഞ്ഞുകൊണ്ട് കിബിലയിലേക്ക് മുന്നിട്ട് പോകുന്ന ചില ആൾക്കാരാണ്. ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇങ്ങനെ നടക്കാം. ഇടതുവശം കൊണ്ട് കഅബയിലേക്ക് മുന്നിടണം. നമ്മുടെ ഇടതുഭാഗത്തായിരിക്കണം കഅബ. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
കഅബയെ ഇടതുവശത്താക്കൽ. 7ാമത്തെ നിബന്ധന, ശരീരം മുഴുവൻ കഅബയുടെ പുറത്തായിരിക്കും. പിന്നെ കഅബന്റെ ഉള്ളിൽ കയറിയിട്ട് ആരെങ്കിലും തവാഫ് ചെയ്യോ? കഅബന്റെ ഉള്ളിൽ തവാഫാകുന്ന ഒരു രൂപമുണ്ട്. കഅബാലയത്തിന്റെ, ഞാനിതിൽ സ്ക്രീനിൽ കാണിക്കുന്നില്ല, കഅബാലയത്തിന്റെ ഒരു ഭാഗത്ത്, കഅബ നമ്മൾ ചിത്രത്തിൽ കാണുന്ന അതിന്റെ മറ്റൊരു ഭാഗത്ത് പകുതി കെട്ടിയ ഒരു തറയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു, കഅബയുടെ ഫോട്ടോ ശ്രദ്ധിച്ചാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ തറ പകുതി കെട്ടിയിട്ടുണ്ട് കഅബന്റെ. അതിനെ ഹിജ്റ ഇസ്മായിൽ എന്നാണ് പറയുന്നത്. അതും കഅബയിൽ പെട്ടതാണ്. അപ്പോൾ ഒരാൾ തവാഫ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ നടന്നാലോ, ആ ഹിജ്റ ഇസ്മായിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൈയിട്ടിട്ട് നടന്നാൽ കൈ കഅബന്റെ ഉള്ളിലാവും. അപ്പൊ തവാഫ് ശരിയാവില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ പകുതി കെട്ടിയ തറയുണ്ടല്ലോ ഒരു കല്ല്, ആ ടൈൽസിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നടന്നാൽ തവാഫ് ശരിയാവൂല. ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരം മുഴുവനും കഅബയുടെ പുറത്തായിരിക്കണം. അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലായിരിക്കുക. കഅബാലയത്തിന്റെ ചുറ്റും പള്ളി കണ്ടിട്ടില്ലേ, മസ്ജിദുൽ ഹറാം, അതിന്റെ ഉള്ളിലായിരിക്കണം. പള്ളിന്റെ പുറത്തേക്ക് കൂടി ചുറ്റിയ തവാഫാകോ? അതില്ല. കഅബന്റെ പുറത്തായിരിക്കണം, പള്ളിയുടെ ഉള്ളിലായിരിക്കണം. തവാഫിന്റെ മറ്റൊരു നിബന്ധന, ചുറ്റുമ്പോൾ മറ്റു ഉദ്ദേശങ്ങൾ ഇല്ലാതിരിക്കുക. ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് മറ്റു ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതിരിക്കുക. കുട്ടിനെയും കൊണ്ടാ തവാഫ് ചെയ്യാൻ വേണ്ടി പോയി, പെട്ടെന്ന് കുട്ടിനെ കാണില്ല, അപ്പൊ കുട്ടിനെ തെരഞ്ഞിട്ട് ഇങ്ങനെ നടന്നു, അത് തവാഫായിട്ട് പരിഗണിക്കും. എന്നിട്ട് 7 വട്ടം നടന്നിട്ട് അറിയാം ഞാൻ 7 വട്ടം നടന്നു, അത് തവാഫായിട്ട് പരിഗണിക്കൂല. മറ്റു ഉദ്ദേശങ്ങളില്ലാതെ തവാഫ് ചെയ്യുന്നു എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ നടക്കുക. അപ്പൊ ഇത്രയും നിബന്ധനകളാണ്, വാജിബാത്തുകളാണ് തവാഫിനുള്ളത്. ഏതൊക്കെ? അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക, നജിസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, പിന്നെ ഹജറുൽ അസ്വദിൽ നിന്ന് ആരംഭിക്കുക, 7 പ്രാവശ്യമായിരിക്കുക, കഅബയെ ഇടതുവശത്തായിരിക്കുക, ശരീരം മുഴുവനും കഅബയുടെ പുറത്തായിരിക്കുക, ഹജറുൽ അസ്വദിന്റെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലായിരിക്കുക, പിന്നെ തവാഫ് ചെയ്യുമ്പോൾ മറ്റു ലക്ഷ്യങ്ങളില്ലാതിരിക്കുക. ഇങ്ങനെ 9 വാജിബാത്തുകളുണ്ട്. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ കൂടെ പോകുന്ന അമീറന്മാർ, ഇപ്പൊ എന്റെ കൂടെ വരുന്ന ആളാണെങ്കിൽ തവാഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളൊന്ന് പറഞ്ഞു തരും. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്തവന് ഹറാമായ വിഷയങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഓരോ സമയത്തും അമീറന്മാരുടെ ക്ലാസ് ഉണ്ടാവും. എന്റെ കൂടെ വരുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവരുടെ കൂടെ പോകുന്നവർക്ക് അവർ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ബേജാറാകണ്ട, കേൾക്കുമ്പോൾ എല്ലാം കൂടി ഇതൊക്കെ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ശ്രദ്ധിച്ചിതൊക്കെ കേട്ടാൽ ശരിക്കും പഠിക്കാൻ തന്നെ കഴിയും. അള്ളാഹു നമുക്കൊക്കെ നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെ ഈ തവാഫ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞു, ഈ തവാഫ് ഉംറയിലല്ലാതെ തവാഫുണ്ട്. നമുക്ക് സാധാരണ റൂമിൽ നിന്ന് വന്നിട്ട് തവാഫ് ചെയ്തിട്ട് പോകാം. ഉംറയിലല്ലാതെ തവാഫ്, ആ ഉംറയിലല്ലാതെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു നിബന്ധന കൂടിയുണ്ട്. എന്താണ്? നിയ്യത്ത് വെക്കണം. നിയ്യത്ത് നിർബന്ധമാണ്. ഉംറയുടെ തവാഫിന് നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. ഉംറയുടെ തവാഫ് അല്ലെങ്കിൽ എന്താക്കണം? അല്ലാഹു തആലയ്ക്ക് വേണ്ടി സുന്നത്തായ തവാഫ് ഞാൻ നിർവഹിക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കണം. എന്നാലേ എന്താവുള്ളൂ? തവാഫ് ശരിയാവുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരുപാട് തവാഫ് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉംറയുടെ തവാഫാണെങ്കിൽ തവാഫ് നിയ്യത്ത് നിർബന്ധമില്ല. പിന്നെ നിയ്യത്ത് സുന്നത്താണ്. പിന്നെ എന്തൊക്കെ സുന്നത്തുണ്ട്? ഓരോ ചുറ്റിലിനും ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ, ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്തുണ്ട്. നടക്കോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കൂല. അതിന് സാധിച്ചില്ലെങ്കിൽ തൊട്ടുമുത്തൽ സുന്നത്തുണ്ട്. അതിനും ഇപ്പൊ നടക്കൂല. പിന്നെന്തുണ്ട്? ഓരോ തവണ ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോഴും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഹജറുൽ അസ്വദിന് നേരെ കൈ കാണിച്ചിട്ട് കൈകൾ ചുംബിക്കൽ പ്രത്യേകിച്ച് സുന്നത്താണ്. അല്ലെ? അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ തവാഫ് കഴിഞ്ഞാൽ ഒരു സുന്നത്തുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കൽ. തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കുക. അത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ അതിന്റെ കൂലിയും കിട്ടി. മഖാമു ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം മഖാം നിസ്കാര സ്ഥലമാക്കിയെന്ന് ഖുർആനിലുണ്ട്. മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പൊ തവാഫിന്റെ നിസ്കാരം ആ ഭാഗത്തേക്ക് അങ്ങ് മാറി നിന്നിട്ട് മഖാമു ഇബ്രാഹിമിന്റെ അപ്പുറത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. കഅബാലയത്തിന്റെ നേരെ മുറ്റത്ത് നിന്ന് തവാഫ് ചെയ്തു, നമ്മൾ നിസ്കരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് കഴിഞ്ഞ് മറ്റൊരു സുന്നത്ത് കൂടിയുണ്ട്, സംസം വെള്ളം കുടിക്കുക. കഅബയിലേക്ക് നോക്കിയിട്ട് ഇരുന്നിട്ട് കുടിക്കലാണ് സുന്നത്ത്. ചിലർക്കൊരു ധാരണയുണ്ട് സംസമാണെങ്കിൽ ഇരുന്നിട്ട് കുടിക്കണ്ടെന്ന്. ഇരുന്നിട്ട് കുടിക്കൽ തന്നെയാണ് സുന്നത്ത്.
സംസം വെള്ളം എടുക്കുക, എന്നിട്ട് കഅബാലയത്തിലേക്ക് നോക്കിയിട്ട് സംസം കുടിക്കണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു നിമിഷമാണ് ആ നിമിഷം. കഅബാലയം ആദ്യമായി കണ്ട് തവാഫ് ചെയ്ത് തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിച്ച് കഅബാലയത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് സംസം കുടിക്കുകയാണ്. സംസം കുടിക്കുന്ന സമയത്ത് ചിലര് പറയും, ചില ഉമ്മമാർക്കെല്ലാം സംസം വെള്ളം എടുത്തു, ഉസ്താദ് ഇത്രയൊന്നും വേണ്ട, ബർക്കത്തിനല്ലേ അവർക്ക് ആ ക്ലാസ് മതി. അങ്ങനെയല്ലോ. നമ്മളെ നാട്ടിലൊക്കെ സംസം കൊടുക്കുമ്പോൾ നമ്മൾ ആ ക്ലാസ് 1/2 ക്ലാസ് അല്ലേ കുടിക്കുള്ളൂ. എന്തിനാ? അത് ബർക്കത്തിന് വേണ്ടിയിട്ടല്ലേ, മറ്റൊരു ആൾക്കാർ കൊണ്ടുവന്നതല്ലേ, എല്ലാവർക്കും എത്തണ്ടേന്ന് കരുതിയിട്ടാണ്. പക്ഷെ അവിടുന്ന് അങ്ങനെ ഒരു പിശുക്കും കാണിക്കണ്ട, വയറ് നിറച്ചും കുടിച്ചോ. ആ ക്ലാസ് 1/2 ക്ലാസ് ഒന്നല്ല, 1 ഗ്ലാസോ 2 ഗ്ലാസോ 3 ഗ്ലാസോ കുടിച്ചോ. എന്തിനു വേണ്ടിയിട്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സംസം കുടിക്കുന്ന സമയത്ത് പിശുക്ക് കാണിക്കുന്നവൻ മുനാഫിക്കാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സംസം വെള്ളം നന്നായിട്ട് വയറ് നിറച്ചും കുടിക്കണം. ഞാന് ഇങ്ങനെ പലപ്പോഴും ക്ലാസ് എടുത്തു കൊടുത്ത് എന്ത് സംഭവിച്ചെന്നറിയോ? തവാഫ് കഴിഞ്ഞിട്ട് നല്ലോണം സംസം അങ്ങ് കുടിക്കാൻ തുടങ്ങി, 5-6 ഗ്ലാസ് അല്ല. എന്നിട്ട് സഹി തുടങ്ങുമ്പോൾ പറയും, ഉസ്താദേ മൂത്രയിക്കാൻ മുട്ടുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ സഹി പൂർത്തിയാക്കാൻ കഴിയില്ല. നമ്മൾ പറ്റുന്നത്ര കുടിക്കാം, 1-2 ഗ്ലാസ് ഒക്കെ കുടിക്കാം. പിന്നീട് വന്നിട്ടും നമ്മൾ മക്കയിൽ ഉണ്ടാകുന്ന സമയത്ത് സംസം നന്നായിട്ട് കുടിക്കണം. മക്കയിലും മദീനത്തും ഉണ്ടാകും. സംസം കൊണ്ട് വയറ് നിറക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഏതായാലും സംസം കുടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ദുആ ചെയ്യുക. അപ്പൊ 2 ഫർള് കഴിഞ്ഞു. ഏതൊക്കെയാണ് ഫർള്? 1 ഇഹ്റാം ചെയ്തു, 2 തവാഫ് ചെയ്തു. ഇനി 3ാമത്തെ ഫർളാണ്. ഇനി ഉംറയുടെ 3ാമത്തെ ഫർള്. എന്താണ് ഉംറയുടെ 3ാമത്തെ ഫർള്? എന്താ ഉംറയുടെ 3ാമത്തെ ഫർള്? ഏതാ? സഈ ചെയ്യുക. നേരെ നമ്മൾ സഫാ കുന്നിന്റെ മുകളിലേക്ക് പോകും. അവിടെ ചെന്നാൽ കുന്നൊന്നും കാണൂല, എന്നാലും സഫ കുന്ന് ആ പഴയ കല്ല് ഇങ്ങനെ നല്ല മാർബിൾട്ട സ്ഥലമാണ്, അതിൻ്റെ ഉള്ളിൽ ചില്ലും കൂട്ടിലാക്കി വെച്ചിട്ടുണ്ടാവും. ഏതായാലും ആ സഫയുടെ ചെറിയ ഉയർന്ന സ്ഥലം നല്ല മാർബിളൊക്കെ ഇട്ടിട്ടാണ്. സഫയിലേക്ക് നമ്മൾ പോകും. സഫയിൽ നിന്ന് കഅബാലയം കാണുന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് നമ്മൾ നന്നായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ തുടങ്ങുകയാണ് 3ാമത്തെ ഫർള്. 3ാമത്തെ ഫർള് എന്താണ്? സഈ ചെയ്യുക. എന്താണ് സഈന്റെ നിബന്ധനകൾ? സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും വരിക. സഫയിൽ നിന്ന് മർവയിലെത്തിയാൽ എന്തായി? 1ആയി. മർവയിൽ നിന്ന് സഫയിലെത്തിയാൽ എന്തായി? 2ആയി. അപ്പം സഫയിൽ നിന്ന് മർവയിലേക്ക് നേരെ നടന്നു 1, മർവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് വന്നു 2, പിന്നെ മർവയിലെത്തിയാൽ 3, പിന്നെ സഫയിലെത്തുമ്പോൾ 4, മർവയിലെത്തുമ്പോൾ 5, സഫയിലെത്തുമ്പോൾ 6, മർവയിലെത്തുമ്പോൾ 7. ഇങ്ങനെ 7 തവണ പൂർത്തിയാക്കുക. സഫാ പർവ്വതത്തിനിടയിൽ മുഴുവൻ സ്ഥലവും വിട്ടുകിടക്കുക, 7 പ്രാവശ്യം വിട്ടുകിടക്കുക. അതാണ് സഈന്റെ 1ാമത്തെ നിബന്ധന. സഫയിൽ നിന്ന് തുടങ്ങാം, മർവയിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല. തുടങ്ങേണ്ട എവിടുന്ന? സഫയിൽ നിന്ന് തുടങ്ങി 7 പ്രാവശ്യമായിരിക്കും. സ്വഹീഹായ തവാഫിന് ശേഷമായിരിക്കണം. തവാഫ് ചെയ്യാതെ സഈ ചെയ്ത സഈ ചെയ്യാവോ? ഇല്ല. ഒരു സ്വഹീഹായ തവാഫിന് ശേഷമായിരിക്കണം സഈ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നിബന്ധനകൾ. അതിൽ ചില സുന്നത്തുകളുണ്ട്. ഔറത്ത് മറക്കൽ സുന്നത്താണ്. തവാഫിന്റെ സമയത്ത് ഔറത്ത് വെളിവായാൽ തവാഫ് ശരിയാവൂല. എങ്കിൽ സഈന്റെ സമയത്ത് ഒരു മുടിയൊക്കെ വെളിവായി പോയാൽ സഈ ശരിയാകാതിരിക്കൂല. പക്ഷേ ഔറത്ത് മറക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ ഒളു സൂക്ഷിക്കുക, അത് സുന്നത്താണ്. ഇനി ഒളു ഒരാൾ മുറിഞ്ഞു പോയി എന്ന് വെച്ചാൽ അപ്പം തന്നെ ഒളു എടുക്കാൻ വേണ്ടി പോകണം, കൂട്ടത്തു നിന്നൊക്കെ തെറ്റും. ഒളു മുറിയാതെ സൂക്ഷിക്കുക, സഈ അത് സുന്നത്താണ്. അതേപോലെ തന്നെ പുരുഷൻ ചില സ്ഥലങ്ങളിൽ നിന്ന് ഓടുക. ആ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് അവിടെ പച്ച ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തുമ്പോൾ പുരുഷൻ ഒന്ന് ഉളരി നടക്കുക. ഓടാന്ന് വെച്ചാൽ മരണപ്പാച്ചിൽ വയണ്ട, ഒന്ന് ഉളരി നടക്കുക, ഒന്ന് തുള്ളി 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 ഒന്ന് ഉളരി നടക്കുക. അത് പുരുഷന് സുന്നത്താണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ്. സഈന് കൂടുതൽ നിബന്ധനകളൊന്നും പറയുന്നില്ല. ഒളു ഉണ്ടായിരിക്കൽ സുന്നത്താണ്, ഔറത്ത് മറക്കൽ സുന്നത്താണ്. അപ്പം സഫയിൽ നിന്ന് മർവയിലെത്തുക, മർവയിൽ നിന്ന് സഫയിലേക്ക് വരിക, സഫയിൽ നിന്ന് മർവയിലേക്ക് പോവുക. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം മർവയിലെത്തും. അതോടുകൂടെ സഈ പൂർത്തിയാവും. അപ്പൊ 4ാമത്തെ ഫർളും പൂർത്തിയായി. അവിടെ ശ്രദ്ധിക്കേണ്ടത് പുരുഷൻ ഉളരി നടക്കേണ്ട സ്ഥലത്ത് പുരുഷൻ ഉളരി നടക്കണം. ഇനി 3ാമത്തെ ഫർള് കഴിഞ്ഞ് 4ാമത്തെ ഫർള്. 4ാമത്തെ ഫർള് എന്താണ്? മുടി നീക്കുക. പുരുഷൻ ഒട്ടയടിക്കലാണ് സുന്നത്ത്. തല മുണ്ടനം ചെയ്യുക. പൂർണ്ണമായിട്ട് പുരുഷൻ മുടി നീക്കലാണ് സുന്നത്ത്.
എന്നാൽ 3-ൽ കുറയാത്ത മുടി അല്പം മുറിച്ചു കളഞ്ഞാലും തഹല്ലുലാകും. പക്ഷെ പൂർണ്ണമായിട്ട് മൊട്ടയടിക്കലാണ് പുരുഷന് സുന്നത്ത്. സ്ത്രീക്കോ? സ്ത്രീ മൊട്ടയടിക്കണ്ട. അവരൊരു വിരൽ തുമ്പിന്റെ വലിപ്പത്തിൽ മുടി ഭാഗം കട്ട് ചെയ്താൽ അവളും തഹല്ലുലാകും. അങ്ങനെ 4 ഫർളുകൾ. ഉംറക്ക് ഫർളൊക്കെയാണ്: 1 ഇഹ്റാം ചെയ്യുക, 2 തവാഫ് ചെയ്യുക, 3 സഈ ചെയ്യുക, 4 മുടി നീക്കുക. ഈ 4 ഫർളുകളാണ് ഉംറക്കുള്ളത്. ഈ 4 ഫർളും അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്. ഇതിക്കർ ഇത്രയെല്ലാം പറയുമ്പോൾ ഇതിന്റെ സുന്നത്തും ഫർളൊക്കെ കൂടി എണ്ണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമായി തോന്നുകയാണെങ്കിലും വളരെ എളുപ്പമുള്ള ഇബാദത്താണ് എന്ത്? ഉംറ. പഠിക്കാൻ ഒരു ഉംറയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാം നമുക്ക് വളരെ എളുപ്പമാണ്. അങ്ങനെ ഉംറയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തും. ഈ മുടി മുറിക്കൽ ആരും നിസാരായി കരുതരുതേ. മുടി മുറിക്കലല്ല, തവാഫ് സയ്യൊക്കെ കഴിഞ്ഞ അത് വിഷയമില്ല. അത് വിഷയമാണ്, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മുടി മുറിച്ചില്ലെങ്കിൽ ഉംറ കഴിയൂല. മുടി മുറിച്ചാലേ ഉംറ പൂർത്തിയാകൂല, ഇല്ലെങ്കിൽ ഉംറ പൂർത്തിയാകൂല. അതുകൊണ്ട് തന്നെ മുടി മുറിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആരും മറന്നുപോകാൻ പാടില്ല. ഏതായാലും പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ഉംറ പൂർത്തിയായി റൂമിലേക്ക് എത്തി. അപ്പൊ റൂമിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അതൊക്കെ ഈ വിശദമായിട്ട് ഈ ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പം നമ്മളെ ക്യാന്റീനിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയമൊക്കെ നിശ്ചയിച്ചില്ല. ആ സമയത്ത് തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഒരു 3:30 എത്തിയിട്ട് എനിക്ക് ഉച്ചക്കകത്ത് ചോറ് കിട്ടിയിട്ട് ആ ചോറ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുഴപ്പാക്കിയിട്ട് കാര്യമില്ല. അവിടെ അങ്ങനെ 3 മണി വരെ ഭക്ഷണം വിതരണം ചെയ്തുകൂടാ. ഒരു നിശ്ചിത ടൈം ആകുമ്പോൾ നമ്മൾ അവിടുത്തെ ഭക്ഷണത്തിന്റെ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കണം. അതുകൊണ്ട് തന്നെ അവിടേക്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഉച്ചക്കൊരു 12:30 മുതൽ അല്ലെങ്കിൽ 2 മണി വരെ 2:30 വരെ അവിടെ ഭക്ഷണത്തിന്റെ ടൈം പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അതിനുള്ളിൽ അവിടെ എത്തണം. രാവിലത്തെ ഭക്ഷണം 6:30 മുതൽ ആരംഭിച്ചാൽ ഒരു 9 മണി വരെ അതിനുള്ളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെ രാത്രി ഭക്ഷണം 8 മണിക്കോ 8:30ക്കോ ആരംഭിച്ചാൽ 10 മണി വരെ. അങ്ങനെ ആ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ക്യാന്റീനിലേക്ക് എത്തുക, ഹോട്ടലിലേക്ക് എത്തുക. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ പിറ്റേന്ന് നമ്മൾ ഉംറയൊക്കെ കഴിഞ്ഞ് പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ അമീർ നിങ്ങളോട് എല്ലാവരും റൂമിന്റെ താഴെ ഇറങ്ങി നിൽക്കണം, കുളിച്ചിട്ട് ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റിയിട്ട് ഇറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇറങ്ങി നിൽക്കണം. പറയുന്ന സമയത്ത് എഴുന്നേറ്റ്